കോഴിക്കോട് കുറ്റ്യാടിയിൽ നടന്ന കോൺഗ്രസ് പുതുയുഗ യാത്രയിലെ ഉന്തും തള്ളിനെയും സ്നേഹത്തള്ളെന്ന് വിശേഷിപ്പിച്ച് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ. ഷാഫി പറമ്പിൽ എംപിക്ക് നീരസം ഉണ്ടായിട്ടില്ല എന്നും പ്രവീൺ കുമാർ പറഞ്ഞു. വടകര എംപി എന്നല്ലേ പറഞ്ഞത് പാറക്കൽ രാഘവട്ടെ വിളിക്കാൻ നിങ്ങൾ അറിയോ വിവരം? വടകര എംപി തന്നെയല്ലേ പറഞ്ഞത്, ഷാഫി തന്നെയല്ലേ പറഞ്ഞത് രാഘവട്ടയും നേരം വൈകി പാറക്കലും രാഘവട്ടുമാ സംസാരിക്കുന്നത് ഷാഫിയല്ലേ പറയണത്, ഞാൻ എന്നോടല്ലേ പറയണത്. ഒരു നീരസം ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും പ്രവർത്തകർ ഷാഫി വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ വിളിക്കരുതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊരു സ്നേഹത്തള്ളൽ നടത്തിയതാ. ആ സ്നേഹത്തള്ളൽ പോലും ഒന്നും തള്ളിയൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ആരും വീണിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, നമ്മൾ കണ്ടതാണ്, എന്താണ് ആ യാത്രയിൽ കണ്ടത് എന്ന്? ആരൊക്കെ തമ്മിലാണ് പിടിവലി, ഉന്തും തള്ളും, അവിടെ ഷാഫി പറമ്പിൽ പെരുമാറുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം കണ്ടതാണ്. അവസാനം കോഴിക്കോട് DCC പ്രസിഡന്റ് പറയുന്നത് ഒരു വിഷയവുമില്ല, ഇതൊക്കെ തന്നെ സ്നേഹത്തള്ള് എന്നാണ് പറയുന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ സ്നേഹത്തള്ള് ഇത്തരത്തിലാണെങ്കിൽ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ എത്രമാത്രം തള്ളു വേണ്ടി വരും? അനഘ ഹർഷൻ. വിനോദ്, ഇന്നലെ കുറ്റ്യാടിയിൽ നടന്ന സംഭവമാണിത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു വിചിത്രവാദവുമായി DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. DCC പ്രസിഡന്റ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇന്നലെ ആ വേദിയിൽ, കുറ്റ്യാടിയിൽ നടന്ന ഈ ജാഥയുമായി ബന്ധപ്പെട്ട ഈ വേദിയിൽ യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിട്ടില്ല, ഈ ഷാഫി പറമ്പിലിന് നീരസം ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് ഒരു ഉന്തും തള്ളുമായിരുന്നില്ല, അതൊരു സ്നേഹത്തള്ളായിരുന്നു എന്നാണ് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറയുന്നത്. ഇന്നലെ കൃത്യമായി ആ വീഡിയോയിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ വന്നതാണ്. ഷാഫിയുടെ ഓഡിയോ അടക്കമായിരുന്നു ആ വീഡിയോ പ്രചരിച്ചിരുന്നത്. ഈ വീഡിയോയിൽ ഷാഫിക്ക് തന്നെ സംസാരിക്കാൻ വിളിക്കാത്തതിലുള്ള ഒരു നീരസം ഷാഫി പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ വീഡിയോയിൽ നിന്ന് പുറത്തു വരുന്നത്. പക്ഷേ DCC പ്രസിഡന്റ് അതെല്ലാം തള്ളിക്കൊണ്ട് ഒരു വിചിത്രവാദവുമായാണ് രംഗത്ത് വരുന്നത്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഉണ്ടായത് സ്നേഹത്തള്ള് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഷയത്തെ ലഘൂകരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇന്നലെ കോഴിക്കോട് മാത്രം നടന്ന സംഭവമല്ല. ഈ UDFന്റെ ജാഥ അത് കാസർഗോഡ് നിന്ന് ആരംഭിച്ച സമയത്ത് അവിടെയും ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ KC വേണുഗോപാൽ സംസാരിക്കുന്ന സമയത്ത് K സുധാകരൻ ഈ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തന്നെ സംസാരിക്കാൻ വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു K സുധാകരൻ ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഈ ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിച്ച ആ ജാഥ കോഴിക്കോട് എത്തുമ്പോഴേക്കും ഇത്തരത്തിൽ നേതാക്കൾ തമ്മിലുള്ള ഉന്തും തള്ളിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ ജാഥയുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ട്രോളുകളൊക്കെ തന്നെ കോൺഗ്രസിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ആ ദൃശ്യം അത്രയധികം സമൂഹത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് പ്രചരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ട്രോളിൽ ഏറ്റവും പ്രധാനമായി ചോദിക്കുന്ന ഒരു ചോദ്യം, ജാഥ കോഴിക്കോട് നിന്ന് കാസർഗോഡ് നിന്ന് കോഴിക്കോട് എത്തി, ഇനി തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും ഈ ജാഥയുടെ ഒരു അവസ്ഥ എന്നുള്ള കാര്യം അടക്കമുള്ള ട്രോളുകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ തള്ളിക്കൊണ്ടാണ് ഇന്ന് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ രംഗത്ത് വന്നിരിക്കുന്നത്. സ്നേഹത്തള്ള് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഇതുമായി സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു വിശദീകരണം. അതെ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന യാത്രയിലുണ്ടായ പിടിവലിയും അതേപോലെ തന്നെ ആ തള്ളിനെയും ഒക്കെ തന്നെ സ്നേഹത്തള്ള് എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുകയാണ് കോഴിക്കോട് DCC പ്രസിഡന്റ്. ഇതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ.